அப்பப்போ இந்த மாதிரி ஒரு டென்ஷன் எனக்கு இதுவரைக்கும் லைஃப்லயே வந்துட்டிല്ല. ഇങ്ങനൊരു അവസ്ഥയിൽ നിന്ന് എന്നെ രക്ഷിച്ചില്ലേ? നന്ദിയുണ്ട് രണ്ടാൾക്കും. அம்மா எனக்கு தெரியாத ഞാൻ കേக்குது. எதுக்கு இந்த மாதிரி எல்லாம்? உங்களுக்கு ஒரு லைஃப் வேணுമല്ലോ. ഹരിസാറ് എവ്വളോ നല്ലവരാ. உங்களுக்கு எந்த பயம் இருந்தாலும் இவர் உங்களை காப்பாத்துമല്ലോ. പിന്നെ എതുക്ക് അമ്മ ഭയം? ശരവണ, ഞാനൊരു സാധാരണ പെണ്ണാണ്. അത്ഭുത സിദ്ധികളൊന്നും എനിക്കില്ല. ഞാൻ ചെയ്യുന്നതിന്റെ അർത്ഥം മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും ഹരിക്ക് മനസ്സിലാവും. എനിക്ക് വേണ്ടി ഹരി അനുഭവിക്കുന്ന ത്യാഗങ്ങൾ ഞാൻ കാണുന്നുണ്ട്. ഒരു കണക്കിന് ഹരി സ്വന്തം ജീവിതം ബലി കഴിക്കാം. അങ്ങനെയൊന്നും പറയേണ്ട നിത്യ. തൽക്കാലം ഈ ഒരു കാര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷെ എനിക്കറിയില്ല ഹരി, എത്ര ദൂരം ഇങ്ങനെ മുന്നോട്ട് നടക്കാൻ പറ്റുമെന്ന്. ഒരാളെ അയാളുടെ വീഴ്ചയിൽ കൈപ്പിടിച്ചുയർത്തുന്നത് അയാളുടെ സുഹൃത്തായിരിക്കും. ഹരി ഇത് കാണിച്ചു. താങ്ക്സ്. സാർ, கொஞ்ச நாள் போகும்போது നിത്യാമ്മയിടത്തിന് എല്ലാം പുരിയും സാർ. ഉങ്ങളുടെ നല്ല മനസ്സ് അവർക്ക് മനസ്സിലാവും. அந்த ജീവനെ பயந்து தானே இப்போ நித்யா விலகி விலகி போகுது. அவன் ஒரு சைக்கோ சார். அந்த பொண்ணுக்கு அவனோட வாழ்வே கிடையாது. கண்டிப்பா நித்யா உங்களோட பொண்டாட்டி ஆகும் சார். അത്തരം ആശംസകളൊന്നും വേണ്ട ശരവണ. എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം ഒരല്പമെങ്കിലും നിത്യയ്ക്ക് സമാധാനം കൊടുക്കുക എന്നതാണ്. അതിന് പോലും പറ്റുന്നില്ല എന്നുള്ളതാ എൻ്റെ സങ്കടം. സാർ, ശരവണ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിത്യ ചിരിക്കുന്നത് കാണാൻ നല്ല അഴക. പക്ഷേ ആ ചിരി എവിടെയോ അയാൾക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഇന്ന് ഇത്രയും വലിയ മുഹൂർത്തത്തിൽ എനിക്ക് ശരവണൻ്റെ മുഖത്തെ നോക്കാനുണ്ടായിരുന്നുള്ളൂ. ഇതുപോലെ തന്നെ വേണം എപ്പോഴും. ഈ സഹോദരൻ അവൾക്ക് കൂട്ടായിട്ടുണ്ടാവണം. ഉണ്ടാവും സാർ. ഉങ്ങളുടെ കൂടെ ഇരിക്കും. ഞാൻ കിളമ്പട്ടെ സാർ.